നന്ദി ചൊല്ലിക്കരങ്ങൾ കോപ്പുന്നു ദൈവമേ തിരു സവിതേ നാം തുമ്പമെല്ലാം അകറ്റി ഞങ്ങളിൽ നേർവഴിച്ചമതേയിടാൻ തന്നനുഗ്രഹമാം നിമിഷങ്ങൾ ഓർത്തിടുന്നു ജഗൽ ഗുരു വിശ്വമാകെ നിറഞ്ഞതാം പൊരുൾ ഒന്നു തന്നെയും നോർത്തിടാം. ഞങ്ങൾ വാര്യാപുരത്തിൽ ഇത്രദൂരം പുസ്തകം കൊടുക്കാൻ വന്നത് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നിയതുകൊണ്ടാണ്. അതിവിടെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സാധാരണ നമുക്കറിയാം, പബ്ലിക്കേഷൻസ് നടത്തുന്നവരൊക്കെ നമ്മുടെ പുസ്തകങ്ങൾ ചെയ്ത് കൊടുക്കാറാണ് ബുദ്ധിമുട്ട്. മറ്റുള്ളവർ വായിക്കുന്നുണ്ടോ എന്നോ ഈ ചെയ്യുന്ന പുസ്തകങ്ങൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് പോകുന്നുണ്ടോ എന്നോ ചിന്തിക്കാറില്ല. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട മൊഴി പബ്ലിക്കേഷൻസിന്റെ സേഫ് സാറിനെ ഞാൻ പരിചയപ്പെടുന്ന ഈ അടുത്ത കാലത്താണ്. സാറിനെ പബ്ലിക്കേഷനിലേക്ക് ക്ഷണിച്ചു. കഴിഞ്ഞ പ്രോഗ്രാം ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിചയമാവാൻ സാറിനെ ക്ഷണിച്ചു. ഞാൻ അവിടെ പോകുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ആ പബ്ലിക്കേഷൻ നടത്തുന്നതിനൊപ്പം തന്നെ സാർ അതിന്റെ ഒരു ഭാഗത്ത് ലൈബ്രറി ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് മനസ്സിന് വല്ലാതെ സന്തോഷം തോന്നി. അപ്പോ എനിക്ക് തോന്നി ഞങ്ങളെ കുറച്ച് പെണ്ണെഴുത്തിടം എന്ന് പറയുന്ന ഒരു സംഘം കൂട്ടായ്മയുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ ചെയ്യുകയും ഞങ്ങൾ പുറത്തിറക്കുകയും ചെയ്താൽ കുറച്ച് പുസ്തകങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ഞങ്ങൾക്ക് തോന്നി ആ പുസ്തകം നമ്മുടെ സെൻസാർ ലൈബ്രറിക്ക് ഒരു അലങ്കാരമായി തന്നെ ഇരിക്കട്ടെ എന്നൊരു മോഹം ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ പുസ്തകവുമായിട്ടേക്ക് വന്നത്. ഇനിയും ഒത്തിരി പുസ്തകങ്ങൾ ആ ലൈബ്രറിയെ ഭംഗിയാക്കട്ടെ, അലങ്കരിക്കട്ടെ. ഒപ്പം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള പുസ്തക ശേഖരങ്ങളുടെ ഒരു ഭാഗം നമ്മുടെ സെൻസാറിന്റെ പബ്ലിക്കേഷൻ ലൈബ്രറിയിലേക്ക് എത്തി. ഇപ്പൊ നമുക്ക് അടക്കം പോകുന്ന കല്ലമ്പലം ജംഗ്ഷനിലാണ്. കല്ലമ്പലത്തിലേക്ക് വരുന്നവർക്ക് പണ്ട് നമ്മൾ ചൊല്ലുണ്ട്, കല്ലമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ തളർന്നു വരുമ്പോൾ നമുക്കൊന്ന് 5 മിനിറ്റ് വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ആ ഒരു ഉത്തമ ഉദാഹരണം കല്ലമ്പലം എന്ന് പറയുന്ന ആ ഒരു നാമം അന്വർത്ഥമാക്കുന്നത് നമ്മുടെ സെൻസാറിന്റെ ലൈബ്രറിക്ക് സാധിക്കട്ടെ. അതുവഴി വരുന്ന എല്ലാവർക്കും സെൻസാറായ ആ മൊത്തം ആ ഒരു ലൈബ്രറിക്ക് സാധിക്കട്ടെ. തളർന്നു വരുന്നവർക്ക്, ബസ് യാത്ര കഴിഞ്ഞ് വരുന്നവർക്ക് അവിടെ 5 മിനിറ്റ് ഇരിക്കാൻ, നമ്മുടെ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു പേര് കൂടിയാക്കി മാറ്റാൻ ഈ മൊഴി പബ്ലിക്കേഷൻസ് സംഘടനയ്ക്ക് സാധിക്കട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. മാന്യ പ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൊഴി പബ്ലിക്കേഷൻസ് കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന എനിക്ക് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് അതിൻ്റെ പ്രവർത്തകരായി കഴിയുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനോട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒട്ടേറെ സുഹൃത്തുക്കൾ പ്രവാസ ജീവിതത്തിൽ ഇവിടെ എത്തുമ്പോഴും ഇവിടെ എനിക്ക് കുറേ സുഹൃത്തുക്കളെ കിട്ടിയത് മൊഴി പ്രവർത്തനത്തിലൂടെയാണ്. അതിനുശേഷം ഇപ്പോൾ അത് ഗ്രന്ഥശാലയായി മാറിയ കാര്യവും മറ്റുമൊക്കെ അത് പറയുന്നുണ്ടായി. കഴിഞ്ഞ വർഷം നടന്ന സാഹിത്യ മത്സരത്തിൽ, ചെറുതാ മത്സരത്തിൽ അതിലും ഒരു ഭാഗഭാഗമാകാൻ, അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നവമൊഴി എന്ന് പറയുന്ന മാസികയുടെ പ്രകാശനത്തിന് ആശംസിക്കാനായിക്കൂടെ ക്ഷണിച്ചിരിക്കും. വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ വളരെ വിശദമായിട്ട് കാര്യം സംസാരിച്ചു. ഒരു കാലത്ത്, അതായത് ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന ആ കാലഘട്ടമായിരുന്നു നേരത്തെ പറഞ്ഞ 20 വർഷം സാർ വിശേഷിപ്പിച്ച ഡിജിറ്റൽ മാഗസീനുകളുടെ കാലം. സച്ചിദാനന്ദനും കേശങ്കരപ്പുഴയും ഈ രാജീവനും അയ്മ പഠിക്കലൊക്കെ അതിനൊക്കെ സാരത്തിൽ വഹിക്കുകയും അതൊരു ഒറ്റ അതിലൊക്കെ എഴുതുകയും ഞങ്ങളെപ്പോലുള്ളവർ വായിക്കുകയും ചെയ്ത ഒരു കാലമാണ്.
ലിറ്റിൽ മാഗസിൻ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ദൗത്യം തന്നെയുണ്ട്. ചെറുത് എന്നുള്ള ഇത് മാത്രമായിരുന്നില്ല, അത് കാലത്തെ മുന്നോട്ട് നയിക്കാനും പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാനൊരു ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ വ്യവസ്ഥാപികമായ ഒരു അർത്ഥത്തിലല്ല അതിനെ കാണുന്നത്. അത് എന്നും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഇടതുപക്ഷം എന്ന് പറയാവുന്നത് നാരായണ ഗുരുസ്വാമികളായിരുന്നു. അത് ഈ ആചാരം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന നിലവിലുള്ള ആചാരത്തെ ലംഘിക്കുമ്പോഴാണ് അത് ഇടതുപക്ഷം എന്നാകുന്നത്. നമുക്ക് നടത്തിയ പ്രതിഷ്ഠ, അരിക്കാളികളെ വീടുപടി സമരം, പിന്നീടുള്ള ശവദയം, ഇങ്ങനെ പോകുന്ന ഇടതുപക്ഷ ധാരയുടെ പിന്തുടർച്ചയായിട്ടാണ് പിന്നെ വന്നിട്ടുള്ള നമ്മൾ പറയുന്ന വ്യവസ്ഥാപിതമായ ഇടതുപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ വലതുപക്ഷത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ വലതുപക്ഷത്തിന്റെ ഒരു അതിശത്വമാണ് ഉള്ളത് എന്ന് പ്രസ്താവനയോട് പറയേണ്ട. അത് യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ അധികാര വ്യവസ്ഥിതിയില്ല, അധികാര വർഗമെല്ലാം വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇടതുപക്ഷമില്ല എന്നുള്ളതല്ല. തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുന്നത് മാത്രമല്ല, സമൂഹത്തിന്റെ നാനാവിധത്തിലുള്ള സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള യുവത്വം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളത് കാണാതെ പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ഭാഷയിലും സംസാരത്തിലും നമ്മൾ ഉപയോഗിച്ച ശീലങ്ങൾ കൊണ്ട് ഇപ്പോഴും തെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ട്രാൻസ്ജെൻഡറിന്റെ കാര്യങ്ങൾ ഇപ്പോഴും അതൊക്കെ ജനം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യന്റെ റിലേഷൻഷിപ്പിലൊക്കെ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതിനെ നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോഴും ചെറിയ മാഗസിൻ ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതൊക്കെ നേരത്തെ ലിറ്റിൽ മാഗസിന്റെ ദൗത്യം നിർവഹിച്ചുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചെറുത് എന്നുള്ളത് മാത്രമേ അതിന് ലിറ്റിൽ എന്നുള്ള സാങ്കത്യമുള്ളൂ. ഇപ്പൊ നവമണി ഞാൻ ആഗ്രഹിക്കുന്നത് അത് പുതിയ കാലത്തിന്റെ സ്പന്ദനങ്ങളെ ഉൾക്കൊള്ളണം, അങ്ങനെ പോകുമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അത് സാധിക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ കാലത്തെ വായിച്ചെടുക്കാൻ സാധിക്കണം. അത് യുവത്വത്തിലൂടെ മാത്രമേ വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. യുവത്വത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വയസ്സായി പോയി എന്നാണ്. നമുക്ക് ആലോചിക്കേണ്ടത് നമ്മളൊക്കെ യുവാക്കളായിരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. അതേപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറ അവർക്ക് കൂടുതലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവരുടെയൊക്കെ കവിതകളും കഥകളും ആശയങ്ങളും ഒക്കെ പ്രകാശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടി ആയിരിക്കാം ലിറ്റിൽ മാഗസിൻ പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ട് വരാത്തത്. നവമണി ആ രീതിയിൽ വരുമെന്നുള്ള ആഗ്രഹത്തോടും തുടക്കത്തിൽ അത് സാധിക്കത്തില്ല. ആ രീതിയിൽ വരണമെന്നുള്ള ആഗ്രഹത്തോടും അതിനുള്ള പ്രവർത്തനത്തിൽ പോകുമെന്നുള്ള ഒരു ആഗ്രഹത്തോടും ഞാൻ അതിന്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ഒപ്പം തന്നെ നമ്മളെല്ലാവരും അതിനെ സഹായിക്കേണ്ടതുണ്ട്. ഈ സാധാരണ ഞാനൊരു ലിറ്റിൽ മാഗസിൻ ഒരു എഴുത്തുകൾ നടത്തിയിട്ടുണ്ട്. കുറച്ചു കാലം നടത്തിയിട്ടത് മുടങ്ങി പോവുകയും ചെയ്തു. കാരണം ഇത് പലപ്പോഴും തുടങ്ങിയിട്ട് പിന്നെ തുലഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടുള്ളത്. കുറഞ്ഞ പക്ഷം ഈ അധ്വാനമെല്ലാം ചെയ്ത് നടക്കുന്ന ജീവിതകാലം മൊത്തം സാഹിത്യത്തിന് വേണ്ടി ഒഴിവെച്ച് നടക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തിക നഷ്ടമെങ്കിലും ഉണ്ടാകാതിരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമ്മളെല്ലാം ശ്രദ്ധിക്കണം. ഒരു ഉദ്ഘാടന ചടങ്ങിൽ വന്നിരുന്ന് ഇതെല്ലാം പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ കടമ തീരുന്നില്ല. ഇവിടെ കുടിക്കുന്നവരെ ഒക്കെ എങ്കിലും വാർഷിക പരിസംഖ്യ എടുക്കുകയും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞുകൊണ്ട് വാർഷിക പരിസംഖ്യ എടുത്ത് ഇതിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് നടത്തുന്നവർ അതിനെ കൂടുതൽ അതിന്റെ നവീന അതിന്റെ കാലത്തിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലേക്ക് വരുന്ന രീതിയിൽ അതിന്റെ ഉള്ളടക്കത്തെയും അതിന്റെ ജയോഗ്യതയൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മൊഴി പബ്ലിക്കേഷന്റെ നവമൊഴി എന്ന മാസിക ഈ ആശയം കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ഇത് ധീരമായ ഒരു സ്റ്റെപ്പാണ്, ഒപ്പം സാഹസികവുമാണ്.
ധീരമായത് എന്ന് ഞാൻ പറഞ്ഞത്, നമുക്ക് പറയാനുള്ളത് പറയുവാനുള്ള ഒരു വേദി അല്ലെങ്കിൽ ഒരു തിരശീല നമുക്ക് കിട്ടുകയാണ്. അത് വലിയ കാര്യമാണ്. നമ്മുടെ നിലപാട് എന്ത്, സമൂഹത്തോട് നമുക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനും വ്യക്തമായ ഒരു തിരശീല ഇവിടെ ഉണ്ടാകുന്നു. എന്നാൽ സാഹസികം എന്ന് പറയുന്നത് ഇവിടെ സംസാരിച്ചവരൊക്കെ പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം, മാസികകളുടെയും ആഴ്ചപ്പതിപ്പുകളുടെയും കുത്തൊഴുക്കിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തൊക്കെ എഴുതി തുടങ്ങിയതാണ് എന്നെപ്പോലുള്ള പലരും. അതിൽ തന്നെ ലക്ഷങ്ങൾ കോപ്പിയുള്ള മംഗളം എന്ന വാരിക നിന്നു, അച്ചടി നിർത്തി. അവർ 15 ലക്ഷം കോപ്പി വിറ്റഴിഞ്ഞ ഒരു മാസിക, ഒരു വാരികയാണ്. അത് ഈ അടുത്ത കാലത്ത് നിർത്തി. പ്രശ്നം എന്തെന്നറിയില്ല, സാമ്പത്തികമാകാം, മറ്റ് പ്രശ്നങ്ങളൊക്കെ ആകാം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വാരികകള്, മാസികകള് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി വളരെ പിന്നാക്കം പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാസികകളെ നിലനിർത്തണമെങ്കിൽ അക്ഷീണമായ പ്രയത്നം ഇതിന്റെ പിന്നിൽ ഉണ്ടായേ തീരും. നമ്മൾ ഓരോരുത്തരും മൊഴിയിൽ ഇതിന്റെ അംഗങ്ങൾ ഓരോരുത്തരും കുറഞ്ഞ ഒരു 10 മെമ്പർഷിപ്പെങ്കിലും എടുപ്പിക്കണം. 10 പേരെ കൊണ്ട് വാർഷിക വരിസംഖ്യ ഒരുക്കി 10 കോപ്പിയെങ്കിലും എടുക്കുകയാണെങ്കിൽ, അങ്ങനെ വളരെ വിപുലമായ ഒരു ക്യാമ്പയിൻ നടത്തുകയാണെങ്കിൽ മാത്രമേ ഈ മാസികയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റൂ. അതിന് നമ്മൾ സ്ഥാപനങ്ങളെ ആശ്രയിക്കണം. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ നമുക്ക് ഒരു 5 പേരെ വരിക്കാരാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഗൃഹസന്ദർശനം നടത്തണം. വീട് വീടാന്തരം കയറിയിറങ്ങി അതിൽ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരെ, വായനയെ ഇഷ്ടപ്പെടുന്നവരെ കണ്ടെത്തി അവരെയും നമ്മൾ ഇതിന്റെ വാർഷിക വരിക്കാരാക്കി തീർക്കുന്ന വിപുലമായ ഒരു ക്യാമ്പയിൻ തീർച്ചയായിട്ടും മൊഴിയുടെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് സംഘടിപ്പിക്കേണ്ടതുണ്ടെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത്. കാരണം സൈഫുദ്ദീൻ സാറ് എല്ലാ തരത്തിലും വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ സത്യസന്ധതയാണ് മൊഴിയിലേക്ക് എന്നെ ആകർഷിച്ചത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ധാരാളം പ്രസിദ്ധീകരണങ്ങളുമായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം കഴിഞ്ഞ് നടത്തിയ, നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ കൊടുത്ത റോയൽറ്റി അത് വെച്ച് നോക്കുക. നമ്മൾ 500 രൂപ മുടക്കി ഒരു കവിത കൊടുത്തു, അത് പുസ്തകമാക്കിയിട്ട് ആ 500 രൂപ മുതൽ മുടക്കിയവന് കുറഞ്ഞ 250 രൂപയെങ്കിലും അദ്ദേഹം, അല്ലെങ്കിൽ അത് 750 രൂപ വരെ റോയൽറ്റി കൊടുത്തു എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ്. മറ്റൊരു പ്രസാധകരും ഇന്നേ വരെ ഇത് കൊടുത്തിട്ടില്ല, ഇപ്പോഴും കൊടുക്കുന്നില്ല. അപ്പൊ അദ്ദേഹം കാണിക്കുന്ന ഈ ഋജുത്വം, അദ്ദേഹത്തിന്റെ സത്യസന്ധത, ആർജവം, അതിനാണ് നമ്മൾ കൊടുക്കേണ്ടുന്ന ധാർമ്മികമായ പിന്തുണ. ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ധാർമ്മികമായി അദ്ദേഹത്തെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് മാനവികത മനസ്സിലുള്ള ഏതൊരു മലയാളിയുടെയും ഏതൊരു കന്നപ്പുറത്തുകാരന്റെയും ദൗത്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ അകലമെന്നായിട്ട്, ഞാൻ മറ്റൊരു പഞ്ചായത്തിലാണ്, എന്നിട്ടും ഞാൻ ഈ പരിപാടി എന്റെ സാഹിത്യവേദിയുടെ കൂട്ടായ്മ ഇന്ന് തീരുമാനം നടക്കുകയാണ്. ഞാൻ ലീഡ് ചെയ്യേണ്ട ഒരു കേസാണ്. അത് ഞാൻ മറ്റു ചിലരെ അയപ്പിച്ചിട്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങളോട് എത്തിയത്. കാരണം ഇത്തരം സത്യസന്ധരായ ആൾക്കാർ പ്രസാധന രംഗത്തേക്ക് വരുമ്പോൾ അവരെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മളെല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായി എനിക്ക് എന്റെ സുഹൃത്തുക്കൾ 10 പേരെ ഇത് വരിക്കാരാക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അതായിരിക്കും ഞാൻ ഈ മൊഴി എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രസ്ഥാനത്തോട് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പൊ അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ 500 മെമ്പർഷിപ്പ് ഇതിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, പിന്നെ കേവലം പരസ്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നവമൊഴി എന്ന് പറയുന്നത് മുടക്കം കൂടാതെ, നമ്മുടെ ആനന്ദ് സാർ പറയുന്ന പോലെ മുടങ്ങിയാൽ ഒടുങ്ങരുത് എന്ന് പറഞ്ഞതുപോലെ ഒടുങ്ങില്ല. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ക്യാമ്പയിനിങ്, ഒരു ശ്രമകരമായ ഒരു ഒത്തൊരുമയോടുകൂടി ഉള്ള ഒരു ക്യാമ്പയിനിങ് വർക്ക് നമ്മൾ ആസൂത്രണം ചെയ്യണം. അത് സൈഫുദ്ദീൻ സാർ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, പലപ്പോഴും നമ്മുടെ മാസികകളെ ഇന്ന് പിന്നാക്കം അടിക്കുന്നത് പലപ്പോഴും അതിലെ കണ്ടന്റ്, ഉള്ളടക്കത്തിന്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഉള്ളടക്കം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് കവിതകളാണ്.
കവിതകള് പലപ്പോഴും നല്ല ഞാൻ പിന്നെ സെഫിൻ സാറിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കേസ് സാറേ, എന്റെ കവിതയായാലും സാർ അത് സ്ക്രീൻ ചെയ്ത് മാത്രമേ ഇടാവൂ. അല്ലാതെ എന്റെ ഒരു സുഹൃത്താണ് ഒരു കവിത തരുന്നു അത് അപ്പോഴേ അങ്ങ് അച്ചടിക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. കാരണം വായനയിലേക്ക് ആൾക്കാരെ പിൻവലിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം വളരെ ഒട്ടും തന്നെ മൂല്യമില്ലാത്ത ചില അത് കൂടുതൽ വരുന്ന കവിതകളാണ് കഥകളെക്കാൾ. അപ്പൊ അത്തരം കവിതകൾ സെലക്ട് ചെയ്യുമ്പോൾ കുറെ സ്ക്രീനിങ്ങും ആവശ്യമാണ്, കുറച്ച് മൂല്യം അതിലെ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ ശരിക്കും പരിശോധിച്ച് തന്നെ സ്വീകരിക്കണം. അതിൽ സൗഹൃദമൊന്നുമില്ല, അതിന് സൗഹൃദം പാടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്റേതായപ്പോഴും അതിനെ യോഗ്യമായത് മാത്രം അതിൽ പ്രസിദ്ധീകരിക്കുക. കാരണം ആദ്യം പിടിച്ചു പറ്റണമെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങളിൽ നിഷ്ഠ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ താൽക്കാലികമായ ചില വൈദികളൊക്കെ അതിൽ നമുക്ക് ഉണ്ടാകാം, പക്ഷേ അതൊന്നും നമ്മൾ മുകളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. ഏതുകൊണ്ട് മൊത്തത്തില് സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ മാസികയിൽ എഴുതിയിട്ടുള്ള ആ കലാതന്ത്രിക മാസിക എത്രയോ കാലം അദ്ദേഹം നടത്തി. ഒരുപാട് അനുഭവസമ്പത്തുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ടാണ് അദ്ദേഹത്തിന് തന്റെ അനുഭവങ്ങൾ പലതും നമ്മളുമായി പങ്കുവയ്ക്കാൻ കഴിയാതെ പോയത്. അപ്പോൾ ഇത് ഒരു നമ്മളെ സംബന്ധിച്ച് ഒരു സാഹസികതയാണ്. പക്ഷെ ആ സാഹസികതയെ നമ്മൾ ധൈര്യപൂർവ്വം ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നവമൊഴി നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഈടുറ്റ മാസികയായി തീരണം. അതിന് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സൈഫുദ്ദീൻ സാറിനും അതിന്റെ മറ്റ് അണിയറ പ്രവർത്തകർക്കും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നവമൊഴി മാസികയുടെ എല്ലാ വിജയത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ ശ്രീ എ വി ബാലൻ സാർ, വേദിയിലുള്ള മറ്റ് പ്രമുഖ വ്യക്തികൾ, വൈകുന്നേരങ്ങളിൽ ഓരോരുത്തരെയും പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് ഭാഗിക്കുന്നില്ല. അതുകൊണ്ട് ഇതിലെ അധ്യക്ഷനായ ശ്രീ ബാലൻ സാറ്, ശ്രീ സൈഫി സാർ കലവ, ശ്രീ ഡോക്ടർ പി പൂർണ്ണചന്ദ്രൻ, ശ്രീ എം ഗുരുവോ, ശ്രീ സതീഷ് രാഘവൻ, ശ്രീ കുമാർ, ഈ വേദിയിൽ സംശയമുള്ള മറ്റേ ബഹുമാന വ്യക്തികൾ എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത് വൻ വിജയമാക്കി നൽകിയത് എല്ലാവർക്കും ഈ നവമൊഴി മാസികയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു.